സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് അടിച്ചു മാറ്റാൻ പോകുന്നത് എനിക്കറിയില്ല. ഡോമിങ്കോസ് കാറുണ്ടെന്നൊക്കെ പറഞ്ഞ് ഡയമണ്ട് ഉറൂസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും നമുക്ക് പോയി റിയയും ചിൻചാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വരാം. നമുക്ക് സർപ്രൈസാണ് എപ്പോഴും, അത് നിങ്ങൾക്കറിയാമോ. റിയ ആൻഡ് ചിൻചാൻ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നോളം, ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. സോ ഗൈസ്, റിയ ചിൻചാൻ പോയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോകാം. പോയിട്ട് വരാമെന്ന് പറഞ്ഞ കാരണം നമ്മൾ പോകുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ കാർ കളക്ഷനൊക്കെ എവിടെ? കാർ കളക്ഷൻ നമ്മൾ GTA സിറ്റിയിലാണ് വെച്ചിരിക്കുന്നത് ഗൈസ്. പിന്നെ ഒരു സങ്കടപ്പെട്ട വാർത്തയുണ്ട് ഗൈസ്, നിങ്ങൾ അറിഞ്ഞാണോ ഇല്ലയെന്നറിയില്ല. എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ലംബോർഗിനി ഉറൂസിൻ്റെ RGB വേർഷൻ അടിച്ചുകൊണ്ട് പോയി. ആ ദുഷ്ടൻ നമ്മളൊരു പണി കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ വെക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല, നിങ്ങൾക്ക് കാണാനും പറ്റത്തില്ല. കൂട്ടുകാരന് കൊടുക്കാൻ പോകുന്ന വെച്ചാൽ 8-ൻ്റെ 10 അല്ല, ഒരു 64 പണിയാണ് കൊടുക്കാൻ പോണത്. നമുക്ക് നല്ല മുട്ടൻ പണി കൊടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഡൊമിങ്കോസിൻ്റെ അടുത്ത് പോയി അറിയാലോ ഗൈസ്, നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ തിരക്കിയിട്ട് വരാം. ലൊക്കേഷൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പോവാം. പെടച്ച് വിടാം ഗൈസ്, പെടച്ച് അങ്ങോട്ട് വിടാം. പെടച്ചെന്ന് വെച്ചാൽ സ്പീഡിൽ പോകാനാണ് ഉദ്ദേശിച്ചത്, അത് വേറെ ഒന്നും അല്ല ഗൈസ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം. ഇന്ന് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും പറ്റിയിട്ടില്ല ഗൈസ്. കാരണം എന്താ, നമ്മുടെ ഡിഫൻഡർ മോഡിഫൈഡ് പോളി വേർഷനാണ്. ഞാൻ അതിൻ്റെ കളറ് മാറ്റണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു. ബ്ലാക്ക് ആക്കി മാർക്കോ പോലെ പൊളിച്ച് ഗൈസ്. ഇനി സ്വിമ്മിങ് പൂളിൽ ഇറക്കിയില്ലെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റും. ടെക്കനാണ് പോയി, നമുക്ക് ചാടിച്ച് കയറ്റാം. അത്രേ ഗൈസ്, നമുക്ക് ചാടിച്ച് കയറ്റി എന്നിട്ട് വരാമല്ലോ. അപ്പം അതൊക്കെ ഈസിയാണ്. എന്തായാലും ഗൈസ്, നമുക്ക് പെട്ടെന്ന് ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോയി. സ്വിമ്മിങ് പൂൾ ചെറുതായാണ്, നമ്മൾ കാല് മാത്രം തന്നെ ഉള്ളൂ. ഈ വട്ടം ഡൊമിങ്കോസിൻ്റെ വീട്ടിലെ സ്റ്റെയർ നമ്മൾ സൂക്ഷിച്ച് കയറും. ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ്. സെക്കൻഡ് ലെവൽ. അത്രേ ഉള്ളു. ഡൊമിങ്കോസേ മോനെ, എല്ലാം നിനക്കൊരു കോൾ വിളിച്ചിട്ടെന്ന് വെച്ചാൽ നിനക്ക് വേണ്ട ഡയമണ്ട് ഉറൂസും വേറൊരു കാറും വന്നിട്ടുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ ഞാൻ എന്താ ഇപ്പം പറഞ്ഞു തരാം. അതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ ഒരെണ്ണം പെട്രോൾ പമ്പിലും ഒരെണ്ണം പണക്കാരൻ്റെ വല്ല ഗരാജിലുമാണ്. ഗരാജിലുള്ള കാറിന് ഒരു പ്രത്യേകമുണ്ട്. ആ കാറ് വന്നെ നമ്മളെ കൂട്ടുകാർ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. സോ ഗൈസ്, നമ്മളങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് കേട്ടല്ലോ. നമ്മളെ വേറൊരു കാറ് കിട്ടുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് കാറൊക്കെ എടുത്ത് എല്ലാം പെട്ടെന്ന് തീർക്കാമല്ലോ. അപ്പോൾ നമുക്കിനി ആദ്യം പെട്രോൾ പമ്പിൽ പോവാം. അതിനാണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, പോയാൽ അവിടെ കാറുണ്ടാവുമല്ലോ. അതിന് പെട്രോൾ പമ്പ് ഉറൂസിൻ്റെ ഡയമണ്ട് വേർഷനാണ് ഗൈസ്. ഡയമണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് റിച്ചായെന്നൊക്കെ വിചാരിക്കാം. കാണുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ വിചാരിക്കും ഗൈസ്. എന്തായാലും നമ്മൾ പുതിയ മോഡിഫൈഡ് ഇതുകൊണ്ട് അങ്ങനെയൊക്കെ പോവാം. പക്ഷേ ഈ പെട്രോൾ പമ്പ് ഇച്ചിരി ദൂരത്താണ്. പക്ഷേ അവൻ പറഞ്ഞ ആ 2 ലൊക്കേഷൻ അടുത്താണ്. ഈ വീടും ഇതിൽ നിന്ന് കുറച്ച് ദൂരത്ത് പോയ പെട്രോൾ പമ്പുമാണ് ഗൈസ്. ഈ ചാടാൻ അതിൻ്റെ ഒരു ഉപയോഗമുണ്ട്. അത് കാരണം നമ്മൾ അത്രയേ ഉള്ളൂ. ഞാൻ ചത്തിട്ടില്ല, പക്ഷെ നമ്മൾ ചിലപ്പോൾ 2 മിനിറ്റിനുള്ളിൽ ചാവുന്നതാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഡിയാക്കി വെച്ചേക്കണം. ചാവുകയാണെങ്കിൽ എന്നെ എടുത്തോണ്ട് പോയിക്കോളണം. എന്തായാലും ഗൈസ്, നമ്മൾ പെട്രോൾ പമ്പിൽ ചാടി എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് പോയി നമ്മളെ കാർ എടുക്കാം. എന്തായാലും നമുക്ക് എന്തായാലും കാർ പോയി എടുക്കാം ഗൈസ്. ഇജാതി കാറ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഗൈസ്. ഇജാതി കാറ് സീൻ. എൻ്റെ മോനെ, ഈ കാറ് സീനാണല്ല. ചാടാൻ പറ്റില്ല ഗൈസ്. സത്യം നമ്മൾ മനസ്സിലായി, കാറിൻ്റെ മേലെ ചാടാൻ പറ്റില്ല. നമുക്കെന്തായാലും ഇതിൽ കയറിയിട്ട് നമ്മുടെ മറ്റേ ലൊക്കേഷനിലേക്ക് പോവാം. മറ്റേ ലൊക്കേഷൻ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ പണക്കാരൻ്റെ വീടിൻ്റെ ഗരാജിലേക്കാണ്. ഗരാജിൽ അവിടെ ചെന്ന് ഉണ്ടാവില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അങ്ങോട്ട് സ്പോണായി വരുന്നതാണ് പറഞ്ഞത്. ഇത്ര നേരം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.
ഇടിച്ചിടിച്ച് ഇല്ല 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 ഇല്ല. ആ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ സബ്സ്ക്രൈബ് ഇല്ല. പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കാറ് കിട്ടും. പെട്ടെന്ന് കാറ് കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോവാം. വീട്ടിൽ പോയാൽ ഷിൻചാൻ റിയാനും കാണിച്ചാൽ അവരുടെ വാരികനെല്ലാം കേൾക്കാം. ഇങ്ങനത്തെ പലതരം ഗുണങ്ങളും നമുക്ക് ഈ വഴി കിട്ടും. എന്തായാലും നമുക്ക് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ വരുള്ളൂ. സോ ഗൈസ് നമ്മളെ ലംബോർഗിനി ഉറൂസ് RGB വേർഷൻ നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇപ്പം എൻ്റെ ഈ 2 എണ്ണം കൊണ്ട് ഇനി പൊളിയാണ് ഗൈസ്. നാളെ തന്നെ GTA സിറ്റി പോയിട്ട് എല്ലാം പ്ലെയിനിൽ കൊടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു വിടണം. ആദ്യം നമുക്ക് ഇത് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്യാന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടുപോയിടാം. എന്നിട്ട് അത് കൊണ്ടുപോകാം. ഇപ്പം ഞാൻ നല്ല ഹാപ്പിയാണ്. ഇവൻ ഇങ്ങനത്തെ സർപ്രൈസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ കൂട്ടുകാരന് പണിയെടുക്കും. സോ ഗൈസ് അങ്ങനെ ഞാൻ ആ കാർ കൊണ്ട് ഇട്ടിട്ടുണ്ട്. നമ്മളത് ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചോദിക്കരുത്. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാവുന്ന കാര്യമുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഇജാതി ലുക്കാണ്. ഇതൊക്കെ വേറെ കാര്യം. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാവുന്ന കാര്യമുള്ളൂ. ജസ്റ്റ് കമൻറ്റ് ബോക്സ് ചെയ്താൽ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നമുക്കിതെടുത്ത് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. പോവാം. ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാലോ. കാറടിച്ച് മാറ്റി. അയ്യോ ചമ്മി ഗൈസ്. അട്ടപ്പടലും ചമ്മി. ഡോറൊക്കെ പറഞ്ഞു പോയി. ആകെ അല്ലമ്പായി സീനായി ഗൈസ്. എന്തായാലും അതൊന്നും സീനില്ല. നമുക്ക് ഇത് കൊണ്ടുപോയി ഇവിടെ വെച്ചിട്ട് അത്രേ ഉള്ളൂ. ഇത് പാർക്ക് ചെയ്താൽ മതി. ഇതിന് പാർക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അത് ചെയ്യാനൊന്നുമില്ല. പെട്ടെന്ന് പാർക്ക് ചെയ്യാൻ നമ്മൾ കുറച്ച് സ്പീഡിൽ ഇതാണെന്ന് അറിയാലോ. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും പെട്ടെന്ന് പാർക്ക് ചെയ്യുക. അത്രയും പെട്ടെന്ന് ഇതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് എനിക്ക് എൻ്റെ കാർ തിരിച്ചിട്ട്. അല്ലെങ്കിൽ എനിക്ക് കിട്ടൂലായിരുന്നു. എന്താണ് ഇവിടെ പാർക്ക്? ഇവിടെ പാർക്കായിട്ട്. സോ ഗൈസ് നമ്മളങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനിയും പോയി റിയനെ ഷിൻചാനെ ഇത് കാണിക്കാൻ വിളിക്കണ്ടേ. നമ്മൾ ഈ റിയ ഷിൻചാൻ്റെ അത് പോയി പറയാൻ പോവാണ്. ഓടിവാ ഷിൻചാൻ, ഓടിവാ റിയ എന്നാണ് പറയാൻ പോകുന്നത്. സോ ഗൈസ് റിയൻ ഷിൻചാൻ്റെ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. ഓടിവാ ഷിൻചാനെ, ഓടിവാ റിയേ, താഴത്തേക്ക് ഓടിവായോ. ഞങ്ങളിപ്പോൾ വരാം. സോ ഗൈസ് ഈ വട്ടം ഷിൻചാനാണ് നമുക്ക് റിപ്ലൈ തന്നത്. റിയ അവിടെ മിണ്ടാതെ കുന്തം മെഴുകാൻ നിൽക്കണ്ടായിരുന്നു. ഞങ്ങൾ വരാമെന്നൊക്കെയാണ് പറഞ്ഞത്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും വരും. വന്നില്ലെങ്കിൽ ഇടിയാണ് മോനെ. ഇതൊക്കെ അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. സോ ഗൈസ് ഷിൻചാൻ റിയ വെച്ചിട്ടുണ്ട്. ഷിൻചാൻ റിയ എങ്ങനെയാണ് നമ്മുടെ കാറ്? മോഷണം പോയ കാറ് കൊണ്ടുവന്ന് പിന്നെ പുതിയ കാർ മേടിച്ച സോറി. ഫ്രാങ്ക്ലിൻ പുതിയ കാറൊക്കെ മേടിച്ചോ? ഫ്രാങ്ക്ലിൻ ആൾ കൊള്ളാലോ. നമ്മളെ കാർ കളക്ഷൻ്റെ പുതിയ കാറുണ്ട്. ഏറ്റവും കാർ നിങ്ങൾക്ക് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പോഴേക്കും ഞാൻ തിരിച്ച് പോയി കയറിയിട്ട് വരാം. അപ്പം ടാറ്റ ബൈ ബൈ, സീ യു.